Good afternoon. Good afternoon. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? വായിച്ചു നോക്കിയെന്നാണോ പറയണേ? യെസ്. ഇത് ഷെയർ ചെയ്തേക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ഫങ്ഷൻസ് അല്ലേ പറഞ്ഞു നിർത്തിയത്? 4 പോയിന്റ്സ് കംപ്ലീറ്റ് ആയെന്നാണ് എന്റെ ഓർമ്മ അല്ലേ? ഫങ്ഷൻസ്: രജിസ്ട്രേഷൻ, ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, ക്യാഷ് കളക്ഷൻ, ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. അവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. യെസ്, ഓക്കെ ആണല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ആണ്. ഒന്നാമത്തെ രജിസ്റ്റർ ചെയ്യുക, രണ്ടാമത്തെ ഗസ്റ്റുകൾക്ക് വേണ്ട ഇൻഫർമേഷൻ വിവരങ്ങൾ കൊടുക്കുക, ദെൻ മൂന്നാമത്തെ ക്യാഷ് കളക്ഷൻ, പൈസ കളക്ട് ചെയ്യുക, തന്നെ അടുത്തത് ഫോർത്ത് വൺ ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്, ഇൻഫർമേഷൻ അല്ലെങ്കിൽ പേഷ്യൻസ് വിസിറ്റേഴ്സിന്റെ ഒക്കെ എൻക്വയറി അത് കൈകാര്യം ചെയ്യുക, ദെൻ അഞ്ചാമത്തെയാണ് റിപ്പോർട്ട് മേക്കിംഗ്. അഞ്ചാമത്തെ ഫംഗ്ഷൻ ഏതാ പറയുന്നത്? ഫ്രണ്ട് ഓഫീസിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഒന്നാമത്തെയാണ് സെൻസസ് റിപ്പോർട്ട്. സെൻസസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പോർട്ട് മേക്കിങ്ങിൽ വരുന്നതാണ് രണ്ടെണ്ണം. സെൻസസ് റിപ്പോർട്ട്. സെൻസസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമില് ആ ഹോസ്പിറ്റലിൽ എത്രത്തോളം പേഷ്യൻസ് ഉണ്ട്, ആ പേഷ്യൻസിനെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് ഏത് സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈമില് പേഷ്യൻസ് എത്രത്തോളം പേഷ്യൻസ് ആണ് ആ ഹോസ്പിറ്റലിൽ ഉള്ളത്, അവരെ കൗണ്ട് ചെയ്യുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുന്നതിനെയാണ് സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതേഴ്സ് റിപ്പോർട്ട്, മറ്റു റിപ്പോർട്ട്സുകൾ. പിന്നെ ഏതൊക്കെയാണ് ഫ്രണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? ഡെയിലി ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിലെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ, റൂം സ്റ്റാറ്റസ് റിപ്പോർട്ടുകൾ, ഓരോ റൂമിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ, പിന്നെ അറൈവൽ ലിസ്റ്റ്, ഹോസ്പിറ്റലിലേക്ക് വരുന്നവരുടെ ലിസ്റ്റ്, ഡിസ്ചാർജ് ചെയ്ത് പോകുന്നവര്, ഡിസ്പാച്ചർ ലിസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ള റിപ്പോർട്ടുകളും ഒക്കെ അതൊക്കെ തയ്യാറാക്കുക. റിപ്പോർട്ട് മേക്കിംഗ് അഞ്ചാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നതാണ് റിപ്പോർട്ട് മേക്കിംഗ്. ഏതൊക്കെയാണ്? സെൻസസ് റിപ്പോർട്ട്, അതേഴ്സ് റിപ്പോർട്ട്, മറ്റ് റിപ്പോർട്ട്സ്, അതില് ദിവസേന നടത്തുന്ന പ്രവർത്തനങ്ങൾ വരാം, ഡെയിലി ഓപ്പറേഷൻസ്, പിന്നെ അടുത്ത റൂം സ്റ്റാറ്റസ് റിപ്പോർട്ടുകൾ, റൂം സ്റ്റാറ്റസ്, പിന്നെ അതുപോലെ തന്നെ അറൈവൽ ലിസ്റ്റ്, ഡിസ്പാച്ചർ ലിസ്റ്റ് റിപ്പോർട്ടുകൾ, അതൊക്കെ അതേഴ്സ് റിപ്പോർട്ടിൽ വരുന്നതാണ്. ഇനി അടുത്തൊരു ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഡു യു നോ വൈ ദ കസ്റ്റമർ ലീവ്. നിങ്ങൾക്ക് അറിയാമോ എന്താണ് കസ്റ്റമർ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ നിന്ന് പോകാനുള്ള കാരണം? ഡു യു നോ വൈ ദ കസ്റ്റമർ ലീവ്. ആ ഹോസ്പിറ്റലിൽ നിന്ന് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ നോക്കി 1% ഡൈ. 1% ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് എപ്പോഴാണ്? മരിക്കുമ്പോഴ്. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു, ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ അയാൾ മരിച്ചുപോയി, അപ്പൊ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയില്ലേ അവര്? അതാണോ ഒന്ന്. 1% ആളുകള് എന്താണ്? മരണം, ഡൈ. അതുകൊണ്ടാണ് എന്താ പറയാ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. അടുത്ത് നോക്കിയേ 3% മൂവ് എവേ. 3% ആളുകളിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അകന്നു പോകുന്നു, മറ്റു ഹോസ്പിറ്റലിലേക്കോ അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് അകന്നു പോകുന്നു. 5% ആളുകൾ നോക്കിയ ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്. മറ്റ് റിലേഷൻഷിപ്പ് മൂലം എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു. ഇപ്പൊ എന്റെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വേറെ ഹോസ്പിറ്റലിൽ ഉണ്ട്, അപ്പൊ അവര് പറയാണ് ഇവിടത്തേക്കാളും കുറച്ചും കൂടി ബെറ്റർ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് വാ എന്ന് അവര് റെഫർ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നല്ല ഡോക്ടറാണ് കേട്ടോ ഇരിക്കുന്നത്, അപ്പൊ ഒന്ന് വന്ന് കണ്ടു നോക്കുന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെ. അപ്പൊ മറ്റുള്ള റിലേഷൻഷിപ്പ് മൂലം 5% ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകാം. 9% ലീവ് ഫോർ കോമ്പറ്റേറ്റീവ് റീസൺസ്. മത്സര സ്വഭാവമുള്ള കോമ്പറ്റേറ്റീവ് റീസൺസ്, മത്സര സ്വഭാവമുള്ള കൊണ്ട് 9% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് പോകാം. കോമ്പറ്റേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡ് ആണല്ലോ,
അപ്പൊ അങ്ങനെ ആ ഒരു ഇതും കൊണ്ട് 9% ആളുകൾ പോകാം. 40% are dissatisfied with a product or service. 14% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് എന്താ? ഡിസാറ്റിസ്ഫൈഡ്, അസംതൃപ്തരായതുകൊണ്ട് ആ ഹോസ്പിറ്റൽ തരുന്ന സർവീസ് സേവനങ്ങളില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രൊഡക്ട്സ് ഇല്ലേ അതില് അസംതൃപ്തരായിട്ട് 14% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് പോകാം. മനസ്സിലായോ? 40% are dissatisfied with the product or services. 14% ആളുകളും എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്? എങ്ങനെയാണ്? 40% are dissatisfied with the product or services. 14% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് ഹോസ്പിറ്റലിലെ സർവീസ്, ഇപ്പൊ അവര് നൽകുന്ന ഇതേ അതിന് ചിലവർക്ക് അങ്ങനെയാണല്ലോ ട്രീറ്റ്മെന്റ് അത്ര നല്ലതല്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകാലോ അല്ലേ? വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാടില്ലേ? നമ്മൾ ആ ഹോസ്പിറ്റലിലെ സർവീസില് അസംതൃപ്തരായിട്ട് പോകുമോ? ചിലപ്പോ അവർക്ക് അത് എന്താ പറയാ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആവണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അത് വന്നിട്ട് അസുഖം ഒന്നും അങ്ങനെ കുറയണമെന്നില്ല, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ പോകാം. ഇനി നോക്കി 68% leave because of rude or discourteous service. ഏറ്റവും കൂടുതൽ ആളുകള് 68% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് പോകാനുള്ള ഒരു കാരണം എന്താ? റൂഡ്, മര്യാദയില്ലാത്ത പെരുമാറ്റം അല്ലെ? ഓർ ഡിസ്കേഴ്സിയസ് സർവീസ് അല്ലെ? അതായത് എന്താ പറഞ്ഞേക്കുന്നേ, ഈ നമുക്ക് മര്യാദ ഇല്ലാത്ത സർവീസ് കാരണം അല്ലെ? അങ്ങനെയുള്ള പെരുമാറ്റം, പരുക്കൻ സ്വഭാവം, മര്യാദ ഇല്ലാത്ത ഇത് കാരണം 68% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് പോകാം. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വേണ്ട വിധത്തിൽ അവർ പരിഗണിക്കുന്നില്ല, വേണ്ട രീതിയിൽ നോക്കുന്നില്ല അല്ലെ? നമ്മളോടൊരു മോശമായിട്ടാണ് പെരുമാറുന്നത്. അപ്പൊ അങ്ങനെ ഇതുകൊണ്ടാണ് 68% ആളുകള് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. മോസ്റ്റ് റീസൺ ഇതാണ്. 68% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് പോകാനുള്ള ഒരു കാരണം എന്താ പറയാ? because of rude or discourteous service. നമുക്ക് പരുക്കനായിട്ടുള്ള മര്യാദ ഇല്ലാത്ത സർവീസ് കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ ഒരു മര്യാദ ഇല്ലാത്ത സർവീസ് കാരണമാണ് 68% ആളുകളും പോകുന്നത്. അപ്പൊ നമ്മള് ഫ്രണ്ട് ഓഫീസിലെ റിസപ്ഷനിസ്റ്റിനൊക്കെ നല്ല റോളില്ലേ? നമ്മൾ പറഞ്ഞില്ലേ അവിടെ പേഷ്യന്റിനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് അല്ലെ? നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആളുകൾ അവിടെ നിൽക്കുള്ളൂ അല്ലെ? അപ്പൊ അവർക്കിടെ നിന്നൊക്കെയുള്ള ഹോസ്പിറ്റൽ മൊത്തത്തിലുള്ള ആ ഒരു മര്യാദ ഇല്ലാത്ത പെരുമാറ്റം മൂലമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ അതാണ് ഹോസ്പിറ്റലിൽ നിന്ന് ആളുകൾ പോകാൻ. 1% ആളുകൾ മരിച്ചു പോകുന്നു, മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അകന്നു പോകുന്നു. 3% ആളുകൾ, 5% പേര് മറ്റു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് മൂലം പോകുന്നു. പിന്നെ അടുത്ത മത്സര സ്വഭാവം മൂലം 9% ആളുകൾ പോകുന്നു. പിന്നെ പ്രൊഡക്റ്റ് ഓർ സർവീസിൽ അസംതൃപ്തരായിട്ട് 14% ആളുകൾ പോകുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനുള്ള ഒരു കാരണം എന്താ? ഹോസ്പിറ്റലിൽ നിന്നും മര്യാദ ഇല്ലാത്ത പെരുമാറ്റം മൂലമാണ്. ഓക്കെ, ഇനി അടുത്തത് കസ്റ്റമർ വാണ്ട്സ് യു ടു. ഒരു കസ്റ്റമർ എന്താണ് ആഗ്രഹിക്കുന്നത്? ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഒരു കസ്റ്റമർ എന്തൊക്കെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്? ദ കസ്റ്റമർ വാണ്ട്സ് യു ടു. ദ കസ്റ്റമർ വാണ്ട്സ് യു ടു. ഒരു കസ്റ്റമർ എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അതൊക്കെ ഗ്രേറ്റ്. അവരെ ഉപചാരപൂർവം സ്വീകരിക്കുക അല്ലെ? നല്ല രീതിയിൽ വെൽക്കം ചെയ്യണ്ടേ? ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്നത് നമ്മൾ ആദ്യം ചെല്ലുന്നത് ഫ്രണ്ട് ഓഫീസിലേക്കാന്ന് പറഞ്ഞു അല്ലെ? ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെല്ലുന്നത് ഫ്രണ്ട് ഓഫീസിലേക്കാണ്. അപ്പൊ ഫ്രണ്ട് ഓഫീസിലേക്ക് ചെല്ലുന്ന പേഷ്യൻസിനെ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ ഒക്കെ എങ്ങനെയാ? നല്ല രീതിയിൽ വെൽക്കം ചെയ്യണം അല്ലെ? നല്ല ഉപചാരപൂർവം വെൽക്കം ചെയ്യണം. ഇനി അടുത്തത് നോക്കിയേ, വാല്യൂ. പിന്നെ എന്താ? മൂല്യം. അവർക്ക് നല്ലൊരു മൂല്യം കൊടുക്കണം
രണ്ടാമത്തെ. അപ്പൊ അത് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ പറയുന്നത്. നമ്മളെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുക, നമുക്ക് നല്ലൊരു വാല്യൂ തരിക, മൂല്യം ഉണ്ടായിരിക്കണം, പിന്നെ ഹെൽപ്പ്, നമ്മളെ സഹായിക്കുക. നമുക്ക് പല പല കാര്യങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പൊ അതിലൊക്കെ നമ്മളെ ഒന്ന് സഹായിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ദെൻ ലിസൺ, നമ്മുടെ കാര്യങ്ങൾ കേൾക്കണമെന്ന് അവർ ആഗ്രഹിക്കാം. ദെൻ ഇൻവൈറ്റ് ബാക്ക്, തിരികെ ക്ഷണിക്കുക. തിരികെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിലേക്ക് തിരികെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ഒക്കെ ഇല്ലേ, ഫോളോ അപ്പ് ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഫോണിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയൊക്കെ നമ്മൾ വിളിക്കുന്നു. ഇന്ന സമയം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടുത്ത വാക്സിന്റെ ടൈം ആയിട്ടുണ്ട് അല്ലെ, കുട്ടികൾക്കാണെങ്കിൽ വാക്സിൻ എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്, നിങ്ങൾ എത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടും മെയിലും ഫോണിലൂടെയൊക്കെ ഫോളോ അപ്പ് കാര്യങ്ങളും ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്ത് വിളിച്ചറിയിക്കൂലേ. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കസ്റ്റമർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. മെസ്സേജുകളായിട്ടോ ഫോൺ കോളുകളായിട്ടോ, അതായത് ആ ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. ഇന്ന ദിവസമാണ് അപ്പോയിന്റ്മെന്റ്, നിങ്ങൾ ഇത്ര ടൈം ആവുമ്പോഴത്തേക്ക് വന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്താറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നത്. ക്ലിയർ ആയോ? അവരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക, നമ്മളെ എല്ലാ പേഷ്യൻസിനെയും ഓരോ മൂല്യത്തോടു കൂടി കാണുക, നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണം അല്ലെ. പുതുതായി വരുന്ന പേഷ്യന്റ് ആണ്, പ്രത്യേകിച്ച് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നും അറിയണമെന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മുടെ സംശയങ്ങളോടൊക്കെ മറുപടി പറഞ്ഞ് നല്ല രീതിയിൽ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ നമ്മുടെ കാര്യങ്ങൾ കേൾക്കണം അല്ലെ, ശ്രദ്ധാപൂർവം നമ്മളെ കേൾക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ നമ്മളെ തിരികെ ക്ഷണിക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് ഏരിയ കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ്. ഒരു ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏരിയകള് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ, OPD ഏരിയ, ഒരു ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെയാണ് ഇത് നോക്കണം കേട്ടോ. നോക്കി വെക്കാം. 3 മെയിൻ റിസപ്ഷൻ, അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാനായിട്ട് റിസപ്ഷൻ അല്ലേ, മെയിൻ റിസപ്ഷൻ. രണ്ടാമത്തെയാണ് കൺസൾട്ടേഷൻ റൂം, ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്യാനുള്ള ഇതില്ലേ, കൺസൾട്ടേഷൻ റൂം അല്ലെ. നമ്മൾ ഓരോ ഡോക്ടറിനെയും ഏത് ഡോക്ടറിനാണെന്ന് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ ആ ഡോക്ടറിന്റെ അവിടെ റൂമിന്റെ ഫ്രണ്ടിൽ ഇരിക്കും അല്ലെ, നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന റൂമുകൾ. അതെല്ലാം ഏതാണ്? ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്നതാ. പിന്നെയാണ് ഡയഗ്നോസ്റ്റിക്. ഏതൊക്കെയാ? ECG. ECG എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം, ECG അറിയാലോ അല്ലെ നിങ്ങൾക്ക്. ECG അറിഞ്ഞൂടെ? എക്സ്പാൻഡഡ് ഫോം. അറിയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം, ECG നിങ്ങൾ പഠിക്കണ്ടാവും ഫ്രണ്ട് ഓഫീസിൽ, അതല്ല ഡിപ്പാർട്ട്മെന്റ്സിൽ നിങ്ങൾ പഠിക്കണ്ടാവും ചിലപ്പോ അല്ലെ. പല ചാപ്റ്റേഴ്സിലും വരുന്നുണ്ട് കേട്ടോ ECG, പല ചാപ്റ്റേഴ്സിലും വരുന്നുണ്ട്. ഓക്കെ, ECG. പിന്നെ എക്കോ, ECHO, ഇലക്ട്രോ കാർഡിയോഗ്രാം, സോറി എക്കോ കാർഡിയോഗ്രാം, ഈ എക്കോ എന്നുള്ളത് എക്കോ കാർഡിയോഗ്രാം. ECG ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. എക്കോ, ECHO, എക്കോ എന്ന് പറഞ്ഞ എക്കോ കാർഡിയോഗ്രാം, എക്കോ കാർഡിയോഗ്രാം. MRI, MRI എന്താ? MRI സ്കാൻ ചെയ്യല്ലേ, MRI സ്കാൻ കേട്ടിട്ടില്ലേ? MRI എന്താ? മാഗ്നെറ്റിക്, മാഗ്നെറ്റിക്, MAGNETIC, മാഗ്നെറ്റിക്, മാഗ്നെറ്റിക്, MAGNETIC, മാഗ്നെറ്റിക് റെസൊണൻസ്, RESONANCE, റെസൊണൻസ് ഇമേജിംഗ്, IMAGING, ഇമേജിംഗ്. നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളില് നമുക്ക് റേഡിയോളജി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് ഈ ഇമേജിംഗ് ടെക്നിക്കുകൾ നമ്മൾ പഠിക്കാണ്ട് അവിടെ. CT സ്കാന്, പിന്നെ അതുപോലെ തന്നെ MRI സ്കാന്, അവിടെ നമുക്ക് 4 എണ്ണം പഠിക്കാനുണ്ട്. അന്നേരം അവിടെ വരുന്നുണ്ട് MRI എന്നുള്ളത്, മാഗ്നെറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. അടുത്തതാണ് CT സ്കാൻ. CT സ്കാൻ എന്താ? കമ്പ്യൂട്ടേഡ് ടോമോഗ്രഫി സ്കാൻ. കമ്പ്യൂട്ടേഡ്, COMPUTED, കമ്പ്യൂട്ടേഡ് ടോമോഗ്രഫി, TOMOGRAPHY, ടോമോഗ്രഫി സ്കാൻ, കമ്പ്യൂട്ടേഡ് ടോമോഗ്രഫി സ്കാൻ, കമ്പ്യൂട്ടേഡ് ടോമോഗ്രഫി സ്കാൻ, കമ്പ്യൂട്ടേഡ് ടോമോഗ്രഫി സ്കാൻ. അടുത്തതാണ് സാമ്പിൾ കളക്ഷൻ. ഇതെല്ലാം ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നതാണ് കേട്ടോ.
ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത്. അപ്പൊ 3 എണ്ണാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏരിയകൾ. ഏതൊക്കെയാ? മെയിൻ റിസപ്ഷൻ വരുന്നുണ്ട്, കൺസൾട്ടേഷൻ റൂം വരുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് ഏരിയ വരുന്നുണ്ട്. ECG, എക്കോ, MRI, CT സ്കാൻ ആൻഡ് സാമ്പിൾ കളക്ഷൻ. ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യുന്നില്ലേ? സാമ്പിൾ കളക്ഷൻ. ലാബ് ഇതൊക്കെ സാമ്പിൾ കളക്ട് ചെയ്യുന്നല്ലേ? അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നതാണ് കേട്ടോ. ECG എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം, എക്കോ കാർഡിയോഗ്രാം, MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, CT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേർഡ് ടൊമോഗ്രഫി സ്കാൻ, കമ്പ്യൂട്ടേർഡ് COMPUTED കമ്പ്യൂട്ടർ, ടൊമോഗ്രഫി TOMOGRAPHY ടൊമോഗ്രഫി സ്കാൻ. ഇനി അടുത്ത് നോക്കിയേ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഏരിയ ഏതൊക്കെയാണെന്നുള്ളത്? ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഏരിയ, OPD ഏരിയയിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് 3 നോക്കി വെക്കുക. പിന്നെ അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. ഒരു ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ണ്ടോ? അപ്പൊ നമ്മൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പറയുന്ന ഫ്രണ്ട് ഓഫീസിൽ ഇപ്പൊ വർക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന വെല്ലുവിളികളൊക്കെ നമുക്ക് വരാം. അപ്പൊ നമ്മൾ അതൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണ്ടേ? എന്തൊക്കെയാണെന്ന് നോക്കിയ ചലഞ്ചസ് വന്നേ. Understand the challenges faced by the front desk staff. Front desk staff face ചെയ്യുന്ന challenges. ഒന്നാമത് നോക്കി, മാനേജിങ് പേഷ്യൻസ് ഇമോഷൻ. വലിയൊരു കാര്യം അല്ലേ? ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന പേഷ്യൻസ് എല്ലാവരും ഒരേ ഫീലോടുകൂടി ഓരോ ഇമോഷൻസോടുകൂടി വരുന്നവരാണോ? അല്ലെ? പലർക്ക് പല ഇതുണ്ടാവാം, പല എന്താ പറയാ, ടെൻഷൻ അടിച്ചു വരുന്നുണ്ടാവാം, അല്ലെ? ഭയങ്കര നല്ല രീതിയിൽ അവർക്കിടെ ഏതാണോ ആ പേഷ്യൻസിന്റെ ഇമോഷൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. പേഷ്യൻസിന്റെ ഇമോഷൻസ് കൈകാര്യം ചെയ്യുക. ഇനി അടുത്ത, ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്യൂട്ടീസ്. കോൾ വോളിയം മെയിൻറ്റെയിൻ ചെയ്യുക. ഹാൻഡ്ലിംഗ് കോൾ വോളിയം, അതായത് ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന കോളുകളില്ലേ, അതിന് മാനേജ് ചെയ്യുക. കൃത്യമായി അതിനെ അറ്റൻഡ് ചെയ്യുക. എന്തൊക്കെയാണ് കാര്യങ്ങള്, നമ്മളിപ്പോ അവര് എൻക്വയറി ആണെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് മറുപടി പറയുക. മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്യൂട്ടീസ്, ഫോൺ മര്യാദകൾ പാലിക്കുക. ഫോൺ എടുത്തു കഴിയുമ്പോഴേ നമ്മള് ഫോൺ മര്യാദകൾ, അത് താഴെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഫോൺ എറ്റിക്യൂട്ടീസ് എന്തൊക്കെയാണുള്ളത്. ഫോൺ മര്യാദകൾ പാലിക്കുക. ലാസ്റ്റ് ഇതിനകത്ത് കുറച്ച് പറയണ്ട. ഫോൺ എറ്റിക്യൂട്ടീസ്, ഫോൺ മര്യാദകൾ പാലിക്കുക. പിന്നെ അടുത്തത് നോക്കി ഇവിടെ. പിന്നെ അതിനകത്ത് നമ്മൾ ഇൻഫർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗിൽ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞായിരുന്നല്ലേ? അല്ലെ? സേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഫോണിലാണെങ്കിലും ഒക്കെ നമ്മൾ അവരോട് പ്ലീസ് വെയിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അതെങ്കിൽ നമ്മൾ ആ ഒരു ഫോൺ മര്യാദകൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലാതെ നമ്മൾ ഫോൺ എടുത്ത് തോന്നിയ രീതിയിലൊന്നും സംസാരിക്കാൻ പാടില്ല. അവിടെ കോൾ വോളിയം ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ അത് ഫോൺ മര്യാദകളും പാലിക്കുക. മെയിൻറ്റെയിനിങ് പേഷ്യൻസ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. അതൊരു ചലഞ്ചാണ്. അവര് പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈം അതിനെ കൈകാര്യം ചെയ്യുക, പേഷ്യന്റ് ഫ്ലോ കൈകാര്യം ചെയ്യുക. അതാണ് ഇപ്പൊ നമ്മൾ കറക്റ്റ് ടൈം ഒക്കെ തരാറില്ലേ നമ്മള്, അല്ലെ? അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോ നമ്മളോട് ഇത്ര നമ്പർ പറഞ്ഞിട്ട് ഇത്ര ടൈം ആകുമ്പോഴത്തേക്ക് വന്നാൽ മതി എന്ന് പറയും, അല്ലെ? 10:30 ആകുമ്പോൾ എത്തിയാൽ മതി, 12:30 ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. എന്താ? ആ പേഷ്യന്റ് ഫ്ലോ കൺട്രോൾ ചെയ്യാനല്ലേ? അല്ലെങ്കിൽ സമയം പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും രാവിലെ മുതൽ അവിടെ വന്നിരിക്കും ചിലപ്പോ. ഇതിപ്പോ നമ്മൾ ആ ഒരു നമ്പറും ടൈമും പറയുമ്പോൾ നമുക്ക് കുറെ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിനൊക്കെ നേരെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് ഡോക്ടറിനെ കണ്ടു പോകാനുള്ള ഒരു ചാൻസും കൂടിയല്ലേ തരാറില്ലേ? നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോ ടൈം നമ്മളോട് പറയാറില്ലേ? യെസ്, ടൈം പറയാണ്ട് നമുക്ക് ഇത്ര നമ്പറും തരാറുണ്ട് അല്ലെ? ഇത്രാമത്തെ നമ്പറാണ്, ഇത്ര ടൈം ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി എന്ന് പറയും. ഓക്കെ, അത്. പിന്നെ അടുത്തൊന്ന് പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈം മാനേജ് ചെയ്യുക, പേഷ്യൻസിന്റെ ഫ്ലോ അതും കൈകാര്യം ചെയ്യുക. കംപ്ലൈന്റ് റെസൊല്യൂഷൻ, പരാതികൾക്കുള്ള പരിഹാരങ്ങൾ കാണുക. കംപ്ലൈന്റ് റെസൊല്യൂഷൻ, പരാതികൾക്കുള്ള പരിഹാരങ്ങൾ കാണുക. ക്ലിയർ ആയോ? അപ്പൊ ഇതൊക്കെയാണ് ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ഫേസ് ചെയ്യുന്ന വെല്ലുവിളികള്. എന്താ? മാനേജിങ് പേഷ്യൻസ് ഇമോഷൻ, പേഷ്യൻസിന്റെ ഇമോഷൻസ് കൈകാര്യം ചെയ്യുക. ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്യൂട്ടീസ്, കോൾ വോളിയം, ഫോൺ മര്യാദകൾ പാലിക്കുക. മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ, പേഷ്യൻസിന്റെ വെയിറ്റ് ടൈംസ്, പേഷ്യന്റ് ഫ്ലോ ഇതെല്ലാം കൈകാര്യം ചെയ്യുക. അടുത്തത് പരാതികൾക്കുള്ള പരിഹാരങ്ങൾ കാണുക. ഇതൊക്കെ അവർ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികളാണ്.
ഇനി അടുത്ത നോക്കിയ മെയിൻ ഗോൾ എന്താണ്? ഒരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്താ? ഗോൾ എന്താ? ഫ്രണ്ട് ഓഫീസിന്റെ നോക്കിയേ, യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് എ സ്മൈൽ ഓർ satisfaction on their face and the feeling of having been well taken care of by you and your employees or colleagues. അപ്പൊ എങ്ങനെ നമ്മൾ പേഷ്യന്റിനെ അയക്കണം? ഹോസ്പിറ്റലിൽ വന്നു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ എങ്ങനെ അവർ പോകണം? നല്ലൊരു പുഞ്ചിരിയോടുകൂടി സംതൃപ്തിയോടുകൂടി പേഷ്യൻസിന് വിടണം. മനസ്സിലായോ? അല്ലാതെ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ അതിലൊരു സംതൃപ്തി ഇല്ലാതെ അങ്ങനെ അവര് പോകാനുള്ള ഇടവരുത്തരുത്. എങ്ങനെ വേണം അവരെ എങ്ങനെ വേണം അവരെ വിടാനായിട്ട്? പേഷ്യന്റ് ലീവ് വിത്ത് സ്മൈൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓൺ ദർ ഫേസ്. അവിടെ മുഖത്ത് നല്ലൊരു സംതൃപ്തിയോടുകൂടി പുഞ്ചിരിയോടുകൂടി വേണം പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വിടാനായിട്ട്. ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അവരുടെ ഫേസിൽ നല്ലൊരു ചിരി സംതൃപ്തിയൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ ആറ്റ് ഫീലിംഗ് ഓഫ് having been well taken care of by you and your employees or colleagues. എന്താ? നമ്മുടെ ജീവനക്കാരനെ നന്നായി പരിപാലിച്ചു, അല്ലെ? നല്ല രീതിയിൽ അവരെ നല്ല രീതിയിൽ നോക്കി എന്നുള്ള ഒരു ഫീലോട് കൂടി അവര് പോകണം. അതാണ് പേഷ്യൻസിന്റെ മുഖത്ത് സ്മൈൽ അല്ലെങ്കിൽ സംതൃപ്തിയോടുകൂടി. അപ്പൊ അത് അങ്ങനെ നമ്മളും നമ്മുടെ ജീവനക്കാരും ഒക്കെ നന്നായി പരിപാലിച്ചു എന്ന രീതിയിൽ അവരെ വിട്ടയക്കുക. അതാണ് മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. Main goal is to have each patient leave with a smile or a satisfaction on their face. അവരുടെ മുഖത്ത് ചിരിയോടുകൂടി സംതൃപ്തിയോടുകൂടി പേഷ്യൻസിനെ വിട്ടയക്കുക. ക്ലിയർ അല്ലേ? അണ്ടർലൈൻ ചെയ്യുന്നോട്ട്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. മെയിൻ ഗോൾ എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പുഞ്ചിരിയോടുകൂടി സംതൃപ്തിയോടുകൂടി പേഷ്യൻസിനെ വിട്ടയക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മളും നമ്മുടെ എംപ്ലോയീസ് ഒക്കെ അതേ രീതിയിൽ നല്ല രീതിയിൽ അവരെ നോക്കി ഞങ്ങൾ നിങ്ങളുടെ സർവീസിൽ സംതൃപ്തരാണ് എന്നൊരു നല്ലൊരു സംതൃപ്തിയോടുകൂടി പുഞ്ചിരിയോടുകൂടി പേഷ്യൻസിന് വിട്ടയക്കണം. ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് കൊള്ളൂല അങ്ങനെയുള്ള ഇതിനകത്തൊന്നും അവർ പോകാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കിയാൽ ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ഇനി നമ്മുടെ മുന്നിൽ വരുന്ന പേഷ്യൻസ് പല രീതിയിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അവർക്ക് രോഗങ്ങൾ കാരണമൊക്കെ ടെൻഷനും ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ വേണം കൈകാര്യം ചെയ്യുക? എങ്ങനെയായിരിക്കും? ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. ആദ്യം അവരെ കേൾക്കുക. ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലേക്ക് ചിലപ്പോ എന്തെങ്കിലും അവർ ടെൻഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ആദ്യം വന്നൊഴി നമ്മൾ ചാടി കയറി അവരോട് ഇങ്ങനെ സംസാരിക്കാനൊന്നും പാടില്ല. ആദ്യം എന്താ? ലിസൺ ഫസ്റ്റ്. അവർക്ക് എന്താ പറയാനുള്ളത് നമ്മളത് ക്ഷമാപൂർവ്വം കേൾക്കുക. എന്നിട്ട് അവരുടെ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഓഫർ സൊല്യൂഷൻ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് സൊല്യൂഷൻ ഓഫർ ചെയ്യണം. ഇന്ന രീതി ചെയ്താൽ മതി, നിങ്ങൾ വിഷമിക്കേണ്ട പേടിക്കേണ്ട എന്നുള്ള രീതിയിൽ അതിനുള്ളൊരു സൊല്യൂഷൻ അവര് വാഗ്ദാനം ചെയ്യണം. അപ്പൊ അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് എങ്ങനെ വേണം ഡീൽ ചെയ്യാൻ? ആദ്യം അവരെ കേൾക്കണം, അതിനുശേഷം അവർക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കണം. ഇഫ് യു കനോട്ട് സോൾവ് ദ പ്രോബ്ലം, ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലോ, എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വേറെ വഴി നോക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? അപ്പോ ആസ്ക് യുവർ സൂപ്പർവൈസർ ഓർ സുപ്പീരിയർ. നമ്മുടെ സുപ്പീരിയർ ഇല്ലേ അല്ലെങ്കിൽ സൂപ്പർവൈസർ ഇല്ലേ, നമ്മുടെ ഹെഡ് ആയിട്ടുള്ളവര്, അവരോട് നമുക്ക് ചോദിക്കാം. ടു സോൾവ് ദ പ്രോബ്ലം ഓഫർ ഓൾട്ടർനേറ്റീവ്സ്. ഇതിന്റെ മാർഗങ്ങള്, ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സൂപ്പർവൈസറിനോട് നമുക്ക് ചോദിക്കാം. സൂപ്പർവൈസറിനോട് ചോദിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ഹെഡിനോട് ചോദിച്ച് സൂപ്പർവൈസറിനോട് ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ക്ലിയർ ആയോ രണ്ട് കാര്യങ്ങള്? എങ്ങനെ നമുക്കൊരു അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഡീല് ചെയ്യാം? ആദ്യം അവരെ കേൾക്കണം, അതിനുശേഷം സൊല്യൂഷൻസ് പറയണം. ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളവിടെ നമ്മുടെ സുപ്പീരിയറിനോട് അല്ലെങ്കിൽ സൂപ്പർവൈസറിനോട് എന്ത് ചെയ്യണം? ആ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്നിട്ട് അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കണം. ഇനി നമ്മള് ഈ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ പല ഡെസ്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ അതിനകത്ത് വരുന്ന കേട്ടോ. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഫസ്റ്റത്തെയാണ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. പിന്നെ അടുത്താണ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. നിങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോ അങ്ങനെ ഓരോ ഇതാക്കി എഴുതി വെച്ചിട്ടില്ലേ? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ഓർ ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക്. ഹെൽപ്പ് ഡെസ്ക് എന്നായിരിക്കും ചിലപ്പോ നിങ്ങൾ കൂടുതൽ കണ്ടേക്കണേ. ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സഹായങ്ങളോ ഒക്കെ വേണമെങ്കിൽ ആ ഒരു ഏരിയയിൽ പോയാൽ മതി.
എഴുതി വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ? ആ ഉണ്ട് അല്ലേ? ആ യെസ്. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ഓർ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക് എന്നും പറയാം കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തു. ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക്. ഹെൽപ്പ് ഡെസ്ക്. റോൾ ഓഫ് ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക്. നോക്കിയേ. ഗ്രേറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. എങ്ങനെ വേണം വിളിക്കുന്ന ആളെ ഒരു പോസിറ്റീവ് സമീപനത്തോടെ അഭിവാദ്യം ചെയ്യുക. വിളിക്കുന്ന ആളെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സമീപനത്തോടു കൂടി എന്ത് ചെയ്യുക? അവരെ അഭിവാദ്യം ചെയ്യുക. ഒന്നാമത് ചെയ്യേണ്ടതാണ് greet the caller with a positive approaching attitude. വിളിക്കുന്ന ആളെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനത്തോടു കൂടി അവരെ അഭിവാദ്യം ചെയ്യുക. ഓക്കെ സാരില്ല, നിങ്ങൾ എന്താ പറയാ, അത് ഓക്കെ ആയിക്കൊള്ളും അല്ലെ? അപ്പൊ നമ്മൾ അവർക്കൊരു ധൈര്യം നമ്മൾ കൊടുക്കാം. ഒരു നല്ലൊരു ചിലരുണ്ട് എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയണത്, അങ്ങനെ ആവരുത്. അപ്പൊ എങ്ങനെ വേണം? വിളിക്കുന്ന ആളെ നമ്മൾ ഒരു പോസിറ്റീവ് സമീപനത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ അഭിവാദ്യം ചെയ്യുക. ഇനി റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദ ക്യൂരിയസ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ജിജ്ഞാസ, അവരുടെ സംശയങ്ങൾ അല്ലെ? ക്യൂരിയസ്. സംശയങ്ങളോട് ഉടനടി തന്നെ റെസ്പോണ്ട് ചെയ്യുക. അവരെന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ആ ശരി പിന്നെ ആവട്ടെ നാളെ പറയാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വാ, അങ്ങനെയാണോ നമ്മൾ പറഞ്ഞു വിടുന്നത്? ഉടനടി തന്നെ അവിടെ റെസ്പോണ്ട് ചെയ്യണം. കണ്ടോ? റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദ ക്യൂരിയസ്. അവരുടെ സംശയങ്ങളോട് ഉടനടി തന്നെ റെസ്പോണ്ട് ചെയ്യണം. അവരുടെ സംശയങ്ങളോട് ഉടനടി തന്നെ റെസ്പോണ്ട് ചെയ്യണം. ഇനി അടുത്ത് നോക്കിയേ. നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇനി എന്താ? ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? അതിന്റെ എല്ലാത്തിന്റെയും നമ്പർ അവർ അറിഞ്ഞിരിക്കണം. ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് എന്തിനു വേണ്ടിയാ? ഇപ്പൊ നമ്മൾ ഞാൻ വിളിച്ചിട്ട് പറയാണ് ഒഫ്താൽമോളജിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവരത് ഫ്രണ്ട് ഓഫീസിലേക്കായിരിക്കും ചിലപ്പോൾ മെയിൽ കോൾ പോകുന്നത്. അവര് അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്യല്ലേ? അവിടെ നിന്നായിരിക്കും അവര് ഒഫ്താൽമോളജിയിലേക്ക് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മളോട് പറയില്ലേ, വെയിറ്റ് ചെയ്യാൻ പറയില്ലേ, കോള് കണക്ട് ചെയ്യട്ടെ എന്ന് പറയൂലേ? പറയാറുണ്ടോ? ഒരു മിനിറ്റ് കോൾ ഒന്ന് കണക്ട് ചെയ്യട്ടെ എന്ന് പറയൂ അല്ലേ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും നമ്പർ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏതൊക്കെയാണ് നമ്പർ എന്നുള്ളതൊക്കെ അറിയണം. എന്നുവെച്ചാൽ കോളുകളൊക്കെ നമുക്ക് അവിടെ ഡൈവേർട്ട് ചെയ്യണം അല്ലെ? ഓരോ സെക്ഷനിലേക്കുള്ള കോളുകൾ ആക്കണം. നമ്മളിപ്പോ കാർഡിയോളജിയിലേക്കാണ് നമുക്ക് കോൾ വേണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് തന്നെ നമ്മള് അല്ലെ? ഹോസ്പിറ്റൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ അതിന്റെയൊക്കെ നമ്പറും കൂടി അവരെ അറിഞ്ഞിരിക്കണം. പേഷ്യൻസ് കോൾ ചെയ്യുമ്പോൾ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത നോക്കിയേ. ഹാവിംഗ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയി അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്. പിന്നെ എന്ത് വേണം? ഇവരെന്ത് സൂക്ഷിക്കണം? എല്ലാ ഡോക്ടർമാരുടെയും പേര് അല്ലെ, നമ്പർ കണ്ടോ, ലിസ്റ്റ് വേണം അവരുടെ. ഹാവിംഗ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ്, എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസ് എത്രയുണ്ട്, അതുപോലെ തന്നെ അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്, അവരുടെ നമ്പർ ഉൾപ്പെടെ. അവര് പെട്ടെന്ന് ഒന്ന് കണക്ട് ചെയ്യണമെങ്കിൽ അവരുടെ നമ്പർ ഉൾപ്പെടെ വർക്കേഴ്സ്, എംപ്ലോയീസിന്റെയും ഡോക്ടേഴ്സിന്റെയും ഒക്കെ ലിസ്റ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അടുത്ത നോക്കിയേ. ഷുഡ് നെവർ ബി ഹോട്ടി. നമ്മൾ എന്താകാൻ പാടില്ല? ഹോട്ടി എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരികളാകാൻ പാടില്ല എന്ന്. അഹങ്കാരം ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന്. ഷുഡ് നെവർ ബി ഹോട്ടി. നമ്മള് അഹങ്കാരത്തോടു കൂടി ഒന്നും പെരുമാറാൻ പാടില്ല. ബൈ റിസീവിംഗ് എ കോൾ, കോള് സ്വീകരിക്കുന്ന സമയത്ത് അഹങ്കാരത്തോടു കൂടി അവര് എന്ത് ചെയ്യാൻ പാടില്ല? പെരുമാറാനൊന്നും പാടില്ല. വലിയതായിട്ട് എനിക്കിപ്പോ സമയമില്ല, നിങ്ങൾ അടുത്ത ദിവസം വിളിക്കും, അല്ലെങ്കിൽ പിന്നെ വിളിക്കും, അങ്ങനെ ഒരു അഹങ്കാരത്തോടു കൂടി നമ്മൾ എപ്പോഴും നല്ലൊരു താഴ്ന്ന രീതിയിൽ തന്നെ നമ്മൾ അവിടെ നിൽക്കണം. ഓക്കെ, നമ്മൾ നല്ലൊരു സർവീസ് അല്ലേ കൊടുക്കുന്നേ? നമ്മൾ നല്ലൊരു ഇത് കൊടുക്കാൻ, പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആവാൻ, അവരുടെ സ്മൈലൊക്കെയാണ് നമ്മുടെ അല്ലെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കീപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും അവരോട് എന്താ പറയാ അഹങ്കാരം ഒന്നും കാണിക്കാൻ പാടില്ല. പിന്നെ അടുത്ത് നോക്കി. ഒപ്റ്റിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പ്രൊവൈഡഡ് ടൈം ആൻഡ് ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ ബൈ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റിന്റെ പേഴ്സൺ ഓർ ബൈ ടെലിഫോൺ. അതായത് ടെലിഫോണിലൂടെയോ പേഴ്സണലായിട്ടൊക്കെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യില്ലേ? ഷെഡ്യൂൾ ചെയ്യുന്നതിലൂടെ പേഷ്യന്റിന്റെ സംതൃപ്തി, പ്രൊവൈഡർ അവർക്ക് അനുവദിച്ചിട്ടുള്ളവർക്ക് കൊടുക്കുന്ന ടൈം, ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ, ഇതെല്ലാം ഒപ്റ്റിമൈസ് ചെയ്യുക. ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എന്താ? ക്രമീകരിക്കുക.
പേഴ്സണായിട്ടോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ക്രമീകരിക്കുക. അപ്പൊ അത്രയാണ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഓർ ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്കിന്റെ റോൾ എന്ന് പറയുന്നത്. ഇത് ഓരോന്നിന്റെയും കീഴിൽ വരുന്ന റോൾ ഏതാന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കി പെട്ടെന്ന്. ഓക്കെ ആണോ നോക്കി? ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതൊന്നും ഫുള്ളൊന്നും ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട നിങ്ങൾ. ജസ്റ്റ് അതിന്റെ ആ ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക് അല്ലെങ്കിൽ റിസോഴ്സ് ഡെസ്കിന്റെ റോൾ എന്തൊക്കെയാണ്. ഓക്കെ ആണോ വായിച്ചിട്ട്? ഓക്കെ, ഇനി അടുത്തതാണ്. ഓക്കെ ആണോ നിങ്ങൾ പറഞ്ഞേ? യെസ് യെസ്. ഈ സ്ക്രീൻ ഇവിടെ വരുമ്പോഴേ നിങ്ങളുടെ ഫുള്ള് തമ്പ് എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കി. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. രണ്ടാമത്തെ ഹെൽത്ത് കെയർ ഒന്നാമത്തെ പറഞ്ഞു അല്ലെ. രണ്ടാമത്തെ റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ് കേട്ടോ. ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഹെൽത്ത് ചെക്ക് ഡെസ്ക് അവരെന്താ ചെയ്യുന്നത്? അവർക്കുടെ റോൾ എന്താ? പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ അസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ സഹായം. അവർ കസ്റ്റമേഴ്സ് അതായത് പേഷ്യൻസിന് വേണ്ട സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് എന്താ കസ്റ്റമേഴ്സിന് എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? സുഗമമാക്കുക അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സുഗമമാക്കി കൊടുക്കുക. എല്ലാവരും കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, അവർക്ക് വേണ്ട സഹായവും ഒക്കെ സുഗമമാക്കി കൊടുക്കുക. ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ഓർ വാക്കിംഗ് എൻക്വയറീസ്. ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ഓർ വാക്കിംഗ് എൻക്വയറീസ്. ഓക്കെ, അപ്പൊ അതായത് ഇവിടെ വാക്കിംഗ് എൻക്വയറീസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ചെയ്യാതെ വരുന്നവരില്ലേ, ഷെഡ്യൂൾ ചെയ്യാതെ, അതായത് മുൻകൂട്ടി അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന പേഷ്യൻസിലെ അവരെയും കൈകാര്യം ചെയ്യുക. അപ്പൊ നമ്മൾ ചിലപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഇതൊക്കെ ആകുമ്പോൾ ചിലപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ചെല്ലും അല്ലെ. അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ചിലപ്പോ ചെല്ലും ബൈ ചാൻസിലൊക്കെ. മോസ്റ്റ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് ചെല്ലുന്നത്. എന്താ പെട്ടെന്ന് ഒരു എമർജൻസി പെട്ടെന്ന് എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ചെല്ലും. അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ച് അപ്പോയിന്റ്മെന്റ് എന്താ പറയാ അല്ലാതെ ഫുള്ള് അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് എല്ലാവരും കഴിഞ്ഞതിന് ശേഷമാണോ അപ്പോയിന്റ്മെന്റ് എടുക്കാത്തവരെ വിളിക്കുന്നത്? ഇടയ്ക്കൊന്നും അവരെ കയറ്റി വിടൂലേ? അവർക്കും കൂടി ഒരു കൺസിഡറേഷൻ കൊടുക്കൂലേ? പിന്നെ അത് ഒരുപാട് എമർജൻസി ആയിട്ട് വരുവാണെങ്കിൽ അവർ ആദ്യം തന്നെ കയറ്റും. അവിടെ അപ്പൊ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ ഒന്നും നോക്കൂല, അത്ര എമർജൻസി ഒക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ ഒരു 3-4 പേര് അപ്പോയിന്റ്മെന്റ് എടുത്തതിന് കഴിഞ്ഞിട്ട് ചിലപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വന്ന ഒരാളെ കയറ്റും അല്ലെ. അപ്പൊ ആ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മള് ഈ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന പേഷ്യൻസ് ഇല്ലേ, അതിനെയൊക്കെ കൈകാര്യം ചെയ്യുക. അതാണ് വാക്കിംഗ് എൻക്വയറീസ് എന്ന് പറയുന്നത് കേട്ടോ. ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് അവരോട് സഹകരിക്കാം. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന പേഷ്യൻസിനെ അവരെ ഹാൻഡിൽ ചെയ്യുക. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്സ്. അപ്പൊ അപ്പോയിന്റ്മെന്റുകൾ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സിലൊക്കെ ഹെൽത്ത് ചെക്കപ്പിന് വരുന്ന ആളുകൾ അവരുടെ അപ്പോയിന്റ്മെന്റ്സിലെ ആ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ഏത് സമയത്ത് എത്തണം, എത്രാമത്തെ നമ്പർ ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആക്കി കൊടുക്കുക. കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. വന്നിരിക്കുന്ന ആളുകളെ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവരിപ്പോ ഏത് സെക്ഷനിലേക്കാണ് അങ്ങോട്ടേക്ക് അവരെ കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഏകോപിപ്പിക്കുക. കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ആളുകളെയും അവരുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏകോപിപ്പിക്കുക. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിന് ശേഷം അവിടെ റിപ്പോർട്ടുകൾ അയക്കാം. ഹെൽത്ത് ചെക്കപ്പിന് ശേഷം നമ്മൾ റിപ്പോർട്ടുകൾ അയക്കുക. ഹെൽത്ത് ചെക്കപ്പ് നടത്തി അതിനുശേഷം റിപ്പോർട്ടുകൾ കൈമാറുക.
അപ്പൊ അത്രയാണ് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഒന്നാമത്തെ എന്താ, കസ്റ്റമറിന് നല്ലൊരു സഹായവും സൗകര്യവും ഒക്കെ അനുവദിക്കുക. പിന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന പേഷ്യൻസ് ഇല്ലേ, അവരെ കൈകാര്യം ചെയ്യുക. പിന്നെ ഹെൽത്ത് ചെക്കപ്പിനുള്ള അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂളിങ് കാര്യങ്ങൾ ക്രമീകരിക്കുക. ഓരോരുത്തരുടെയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏകോപിപ്പിക്കുക. പിന്നെ അടുത്തത് ഈ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പിന് ശേഷം വരുന്ന റിപ്പോർട്ടുകളില്ലേ, അത് അയക്കുക. ഡിസ്പാച്ച് എന്ന് വെച്ചാൽ അയക്കുക എന്നുള്ള മീനിങ് ആട്ടോ. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്, ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ അയക്കുക. ഇനി അടുത്തതാണ് റിപ്പോർട്ട്, മൂന്നാമത്തെ ആണ് കേട്ടോ. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. അപ്പൊ എന്താ, റിപ്പോർട്ട് അയക്കുന്നേ അല്ലേ. അപ്പൊ അത് എല്ലാവരും നിങ്ങൾക്ക് എന്താ പറയുക, റിപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുക, അത് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്വീകരിക്കുന്ന റിപ്പോർട്ടുകൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതാണ് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും സ്വീകരിക്കുന്ന റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. അത് കൃത്യസമയത്ത് അവർക്ക് ക്ലയൻസിനൊക്കെ റിപ്പോർട്ട്സിൽ കൊടുക്കുക. അതൊക്കെ കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. പ്രൊവൈഡ്സ് റിപ്പോർട്ട് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലയന്റിനെ പേഷ്യൻസിനൊക്കെ കൃത്യസമയത്ത് റിപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലയന്റിന് കൃത്യസമയത്ത് റിപ്പോർട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അടുത്ത നോക്കിയാൽ മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. അവര് സ്വീകരിച്ചിട്ടുള്ളതും ഹാൻഡ് ഓവർ ചെയ്യാന്ന് വെച്ചാൽ കൈമാറ്റം ചെയ്യപ്പെട്ടതും. റിസീവ് ചെയ്തതും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. Maintaining records of reports received and handover. Receiver സ്വീകരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള കൈമാറ്റം ചെയ്തതുമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. Maintaining of record of reports received and handover. ക്ലിയർ ആയോ? അത് കൺഫ്യൂഷൻ ഇല്ല അല്ലെ? റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ കീഴിൽ വരുന്ന ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അപ്പൊ അത് മൂന്നും അതിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കണം കേട്ടോ. ഹെൽത്ത് കെയർ, ഹെൽപ്പ് ഡെസ്ക് പറഞ്ഞു. രണ്ടാമത്തെയാണ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് പറഞ്ഞു. മൂന്നാമത്തെ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. റിപ്പോർട്ടുകൾ അയക്കാം. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുക, കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുക. പിന്നെ അടുത്തത് ക്ലയൻസിന് കൃത്യസമയത്ത് റിപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടേക്ക് ലഭിച്ചിട്ടുള്ളതും ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ അതിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി അടുത്തതാണ് ടൈമിങ്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. മിക്ക എക്സാമിനും ഈ ഒരു സെക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാറി ചോദിച്ച് കാണാറുണ്ട്. The front office provide patient care round the clock, that is 24 hours service. എത്ര സമയം ഒരു ഫ്രണ്ട് ഓഫീസ് നമുക്ക് സർവീസ് തരുന്നുണ്ട്? റൗണ്ട് ദ ക്ലോക്ക്. റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 24 hours 24 മണിക്കൂറും ഇല്ലേ ഫ്രണ്ട് ഓഫീസ്? റിസപ്ഷൻ അല്ലാതെ രാവിലെ മോർണിംഗ് 8 അങ്ങനെ ആ ഒരു ഇതിനനുസരിച്ചാണോ? അല്ല അല്ലെ? എപ്പോഴാ? 24 hours എന്താണ് പേഷ്യന്റ് സർവീസ് നൽകുന്നുണ്ട്. അതെ ചോദിക്കാം കേട്ടോ. ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ്സ് എ പേഷ്യന്റ് കെയർ. എത്ര അവേഴ്സാ? 24 hours. അവിടെ 12 hours എന്ന് ചോദിക്കാം, 8 hours എന്ന് ചോദിക്കാം, 24 hours എന്ന് ചോദിക്കാം, 22 hours എന്നൊക്കെ ഓപ്ഷൻസ് വരാം. 24 hours ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാണ്. 24 മണിക്കൂറും സർവീസ് ഫ്രണ്ട് ഓഫീസ് നൽകുന്നുണ്ട്. പിന്നെ ദ സ്റ്റാഫ് വർക്ക് ഇൻ 3 ഷിഫ്റ്റ്. അപ്പൊ 24 മണിക്കൂർ എന്ന് പറഞ്ഞു അല്ലെ? അപ്പോ അവിടുത്തെ സ്റ്റാഫുകള് എത്ര ഷിഫ്റ്റ് ആയിട്ടാ വർക്ക് ചെയ്യുന്നത്? 3 ഷിഫ്റ്റ്. അപ്പൊ ഒരു ഷിഫ്റ്റിൽ എത്ര സമയം ഒരു ഷിഫ്റ്റിലുള്ള ഒരു വർക്ക് ചെയ്യണം? സ്റ്റാഫ് 3 ഷിഫ്റ്റ് ആയിട്ടാ വർക്ക് ചെയ്യണേന്ന് പറഞ്ഞു. എത്ര സമയം വർക്ക് ചെയ്യണം? വെരി ഗുഡ് റബീന. റബീന എവിടെയുണ്ട്? 8 അവർ അല്ലെ? 3 24 അല്ലെ? 3 ഷിഫ്റ്റ് ആയിട്ട്. ഇപ്പൊ 24 മണിക്കൂറിനെ 3 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾ എത്ര സമയം വർക്ക് ചെയ്യുന്ന? 8 അവർ മതി. റിസപ്ഷനിലെ 8 മണിക്കൂറുള്ള ഒരു സ്റ്റാഫിന്റെ ഡ്യൂട്ടി. അത് കഴിഞ്ഞ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുക, അടുത്ത ആള് വരെ, പിന്നെ അടുത്ത ആളാ. അങ്ങനെ 3 ഷിഫ്റ്റുകളായിട്ടാണ് 24 hours
ഫ്രണ്ട് ഓഫീസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. 24 hours സർവീസ് എന്നുള്ളത് ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകള് 3 ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ക്ലിയർ ആയോ? The staff works in 3 shifts. 3 ഷിഫ്റ്റുകളായിട്ടാണ് ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. അപ്പൊ അത് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന് പറയുന്ന മറ്റൊരു പേരാന്നൊക്കെ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ്. ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. Okay, a hospital front office executive is a person who works in the hospital front office and manage various tasks. Hospital front office work ചെയ്യുന്നവരാണ്. പല ടാസ്കുകളും കൈകാര്യം ചെയ്യുന്ന ആളാണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സെന്റൻസ് അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. Okay. ഇനി അടുത്ത് നോക്കിയേ. He or she is responsible for basic clerical task. എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഈ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന് അല്ലെങ്കിൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവിന്? എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്? ഫോർ ദ ബേസിക് ക്ലറിക്കൽ ടാസ്ക്. ക്ലറിക്കൽ ആയിട്ടുള്ള അല്ലെ എന്തൊക്കെയാണ്? ചികിത്സാ സംബന്ധമല്ലാത്ത കാര്യങ്ങൾ, ക്ലറിക്കൽ ആയിട്ട് ഓഫീസ് വർക്കുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളത് ഏതൊക്കെയാ? ആൻസറിങ് ഫോൺ കോൾസ്. ഫോൺ കോളുകൾക്ക് മറുപടി കൊടുക്കുക. ഒത്തിരി കോളുകൾ വരും അല്ലെ, അപ്പൊ അതിനൊക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. ഗ്രേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും അഭിവാദ്യം ചെയ്യുക. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് in a professional and timely manner. പ്രൊഫഷണൽ ആയിട്ടുള്ള സമയബന്ധിതമായിട്ട് അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക. അണ്ടർലൈൻ ചെയ്തിട്ടോ. ആ 3 കാര്യങ്ങളും. ഹോസ്പിറ്റൽ receptionist or hospital front desk executive is responsible for basic clerical task. ഏതൊക്കെയാ ക്ലറിക്കൽ ടാസ്കിന് വരുന്നത്? ആൻസറിങ് ഫോൺ കോൾസ്, greeting patients and visitors, scheduling appointments. അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക. എങ്ങനെ? in a professional and timely manner. Most medical receptionists work in a physician office or dentist office, hospital or other medical facility. Most medical receptionists work in എവിടെയൊക്കെ ഇവർക്ക് വർക്ക് ചെയ്യാം? എവിടെയൊക്കെ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന് വർക്ക് ചെയ്യാം? ഫിസിഷ്യന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം, ഡെന്റിസ്റ്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യാം, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതർ മെഡിക്കൽ ഫെസിലിറ്റി അവിടെയും ഈ റിസപ്ഷനിസ്റ്റിന് വർക്ക് ചെയ്യാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്കിനെ എവിടേക്ക് വർക്ക് ചെയ്യാം? ഫിസിഷ്യന്റെ ഓഫീസില്, ഡെന്റിസ്റ്റിന്റെ ഓഫീസില്, ഹോസ്പിറ്റലില് ഓർ അതർ അല്ലെങ്കിൽ അതർ മെഡിക്കൽ ഫെസിലിറ്റിയിൽ വർക്ക് ചെയ്യാം. ഇനി സ്മോളർ ഓഫീസ്, ഇനി ചെറിയ ഓഫീസിലാണെങ്കിൽ okay, in smaller offices medical receptionists will be responsible for both the clerical and clinical duties. ഇനി നോക്കിയേ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. ഇനി ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ, ചെറിയ ഓഫീസിലാണെങ്കിൽ ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് 2 കാര്യങ്ങളും ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം. എന്താ? ചെറിയ ഹോസ്പിറ്റൽ അല്ലേ, അല്ലെ ചെറിയ ഓഫീസിലാണെങ്കിൽ 2 കാര്യങ്ങളും ചെയ്യണം, ഒരാള് ചെയ്യണം. Medical receptionists will be responsible for both the administrative and clinical duties. Administrative എന്ന് പറയുന്നത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങള്, ക്ലിനിക്കൽ ആയിട്ടുള്ള ചികിത്സാ സംബന്ധമായിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യണം. എന്നാൽ in large offices, വലിയ ഓഫീസിലാണെങ്കിലോ they may be only responsible for administrative or clinical duties. അവര് വലിയ ഹോസ്പിറ്റലിലാണെങ്കിൽ അവർക്ക് ഒന്നില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡ്യൂട്ടീസ് മാത്രം ചെയ്താൽ മതി. ക്ലിനിക്കൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് മാത്രം ചെയ്താൽ മതി. The position is referred to as a medical office assistant. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അവരുടെ പൊസിഷനെ നമുക്ക് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന പൊസിഷനെ നമുക്ക് എങ്ങനെ പറയാം? is referred medical office assistant എന്ന് പറയാം, മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയാം, റിസപ്ഷനിസ്റ്റ് എന്ന് പറയാം, or health care administrative profession എന്നും നമുക്ക് പറയാം എന്ന് നമുക്ക്
വിളിക്കാറുണ്ട്. അവരുടെ പൊസിഷനാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ അത്? അപ്പൊ നമ്മൾ ആ പാരഗ്രാഫിൽ എന്താ പറയുക, ചെറിയ ഓഫീസിലൊക്കെ ആണെങ്കിലും അവർ രണ്ട് കാര്യം ചെയ്യണം. എന്താ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതും അല്ല, അല്ലെങ്കിൽ അതിന്റെ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ്, ക്ലറിക്കൽ, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ക്ലറിക്കൽ, ഓഫീസ് ജോലികൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളതും ചെയ്യണം. അവര് ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചെയ്യണം. എന്നാ വലിയ ഓഫീസിലാണെങ്കിലോ അത് അവർക്ക് ഒന്നില്ലെങ്കിൽ എന്താ, only the responsible for, അതിന് മാത്രം മതി അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ്. ക്ലറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഭരണപരമായിട്ടുള്ളത് അല്ലെ, അങ്ങനെയുള്ളത് മാത്രം ചെയ്താൽ മതി. അവിടെ ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചെയ്യേണ്ട അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് മാത്രം ചെയ്താൽ മതി അവർക്ക്. Larger office, they may be only be responsible for administrative or clerical duties. Clear ആയോ? ഇനി അവരുടെ പൊസിഷനെ നമുക്ക് എങ്ങനെ പറയാം? അവരുടെ പൊസിഷൻ എങ്ങനെയാ? പൊസിഷൻ ഈസ് റെഫർഡ് ടു ആസ് എ മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്. അപ്പൊ അതും കൂടി നോക്കണം കേട്ടോ. ഈ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ്, ആ ഒരു പൊസിഷനെ നമുക്ക് എന്തെന്നൊക്കെ പറയാം? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്നെല്ലാം നമുക്ക് പറയാം. അതും കൂടി അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി മെയിൻ ജോബ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ. ഇത് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ വീണ്ടും ഒക്കെ തലയിലിച്ച് വേറെ രീതിയിലൊക്കെ കൊണ്ടുവന്നുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഡ്യൂട്ടീസ് ഫുള്ള് ആ ഒരു ഇച്ചിലോട്ട് പിന്നെ ഇപ്പുറത്തെ പേജിൽ കുറെ കിടക്കുന്നുണ്ട് ഡ്യൂട്ടീസ്. ഇതൊന്നും ആരും ഫുള്ളൊന്നും ഭയങ്കര ഇല്ല കേട്ടോ. ഇത് ആ ഡ്യൂട്ടീസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഇന്ന അവിടെ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണോ, ഡ്യൂട്ടീസിൽ വരുന്നതാണോ, മെയിൻ ജോബിൽ വരുന്നതാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ചിലതൊന്നും വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം നമുക്ക്. ഇതല്ലാതെ ഫുള്ള് എത്ര 24 പോയിന്റ്സ് ഉണ്ട്. 24 പോയിന്റ്സും വൈകാട്ടൊന്നും ചെയ്യണ്ട. ഓക്കെ, എന്നത് ഇപ്പൊ നമുക്ക് അഥവാ ചോദിക്കുകയാണെങ്കിൽ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ ചോദിക്കാം. മനസ്സിലായോ? അതുകൊണ്ട് അത് ആ ഡ്യൂട്ടി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇന്ന അവിടെയാണെന്ന് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് മൊത്തം ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഒന്നും എഴുതാനുണ്ടാവില്ല എക്സാമിന്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. അയ്യോ ഇത് 25 ഉണ്ടല്ലോ, ഇതെങ്ങനെ പഠിക്കുക, അങ്ങനെയുള്ള ടെൻഷൻ ഒന്നും ആരും അടിക്കണ്ട. ഓക്കെ, ഒന്നാമത്തേത് എന്താ, വെൽക്കം ആൻഡ് ഗ്രീറ്റ്സ് ഓഫ് ദ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. ഒന്നാമത്തെ എന്താ, പറഞ്ഞ കാര്യങ്ങളല്ലേ. വെൽക്കം ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്യുക, എല്ലാ പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ അഭിവാദ്യം ചെയ്യുക, അവരെ സ്വാഗതം ചെയ്യുക. അതാണ് job, duties and responsibility. എന്ത് ചെയ്യണം? Welcome and greet all the patients and visitors personally, ആയിട്ടോ or over the phone, ഫോണിലൂടെയോ എന്ത് ചെയ്യുക? വെൽക്കം ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്യുക. വെൽക്കം ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്യുക. ഇനി അടുത്ത നോക്കിയേ, the receptionist, even if you can't verbally greet the patients, getting eye contact with them lets them know you are aware of their presence and will get to them as soon as possible. രണ്ടാമത്തെ പോയിന്റ് ഇതാ, the receptionist, even if you can't verbally greet the patients. ഇനിയിപ്പോ നേരെ വാക്കാലിപ്പോ നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് നമ്മൾ ചെല്ലുക. അപ്പൊ നിങ്ങള് എന്റെ അടുത്തേക്ക് വരികയെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് നേരെ മുഹമ്മദ് അല്ലെ റബീന എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നേരെ നിങ്ങള് വാക്കാല് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ഗെറ്റിംഗ് ഐ കോണ്ടാക്ട് വിത്ത് ദം, അവരുമായിട്ട് നല്ലൊരു കണ്ണുകൊണ്ട് നമ്മളിങ്ങനെ ഞാൻ കണ്ടു എന്നുള്ളത് കാണിക്കൂലേ, കണ്ണുകൊണ്ടൊക്കെ ഒരു ആക്ഷൻ കാണിക്കൂലേ, ഒരു മിനിറ്റ് ഞാൻ കണ്ടു, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നുള്ളൊരു നമ്മൾ അവർക്കിടെ ഒരു എന്താ പറയാ, അവരുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് അവിടെ നിലനിർത്തണം. Let them know you are aware of their presence. അവരുടെ പ്രസൻസ് ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ട് ഞാൻ കണ്ടു, ഓക്കെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ എന്നുള്ളൊരു ഇതില്ലേ,
കണ്ണുകൊണ്ട് അവരുമായിട്ട് ഒരു കോണ്ടാക്ട് അവിടെ നിർത്തണം. ആൻഡ് വിൽ ഗെറ്റ് ടു ദം ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ഞാൻ വിളിക്കാട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ വേഗം തന്നെ നിങ്ങളെ സമീപിക്കാട്ടോ എന്നുള്ള ഒരു ഇത് കാണിക്കണം. കാണിക്കോ? നിങ്ങളാണ് റിസപ്ഷനിസ്റ്റ് ഇരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? നിങ്ങളുടെ ഫ്രണ്ടിൽ ഇപ്പൊ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, അപ്പൊ നമുക്ക് എല്ലാവരെയും നേരെ സംസാരിക്കാൻ പറ്റൂല അല്ലെ? നമുക്ക് നേരെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ബാക്കിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളിപ്പോ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിക്കാട്ടോ എന്നുള്ള ഒരു മൈൻഡ് നിങ്ങൾ കാണിക്കണം. അവരുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് കാണിക്കണം. അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ ദേഷ്യം വരില്ലേ? നമ്മൾ ക്യൂവിന് 10ാമത് നിൽക്കണം, നമ്മൾ അവരെ കണ്ടുപോലും ഒരു മൈൻഡ് പോലും നമ്മൾ വെച്ചില്ലെങ്കിൽ നമുക്കൊരു വിഷമം വരില്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. ഇത് എക്സാമിന് വേണ്ടി പഠിക്കാൻ മാത്രമല്ല നമ്മൾ ക്ലാസ്സിൽ കയറുന്നത് അല്ലെ? ക്ലാസ്സിലൊക്കെ കാണോ കേൾക്കുകയോ ഒക്കെ ചെയ്ത് നമ്മൾ കുറെ കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ നമ്മളും ഇങ്ങനെ ആവണം. നമ്മൾ ആ ഒരു പോസ്റ്റിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മളും ഇങ്ങനെ ആ ഒരു രീതിയിൽ അവരോട് പെരുമാറണം. അതിനൊക്കെയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണത്. രണ്ടാമത്തെ കാര്യം കിട്ടിയോ? ഒന്നാമത് എന്താ? പേഷ്യൻസിനോട് വിസിറ്റേഴ്സിനോട് അവരെ വെൽക്കം ചെയ്യുക, അവരെ നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്യുക. പിന്നെ ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞു, അവരെ നേരിട്ട് നമ്മൾ അവരെ വെർബലി വാക്കാൻ അവരെ നമുക്ക് സംസാരിക്കാൻ അവരോട് പറ്റിയില്ലെങ്കിലേ എന്ത് ചെയ്യണം? അവരുമായിട്ട് നല്ലൊരു ഐ കോണ്ടാക്ട് വെക്കണം. കണ്ടോ? നിങ്ങളുടെ പ്രസൻസ് ഞങ്ങൾ അറിഞ്ഞു, അതേക്കുറിച്ച് ഞങ്ങൾ അവെയർ ആണ്, ഉടനെ തന്നെ നിങ്ങളെ വിളിക്കും എന്നുള്ളത് അവരെ അറിയിക്കണം. ആ കണ്ണിലൂടെ നമ്മൾ അവരുമായിട്ട് ഒരു കോണ്ടാക്ട് വേണം. ഇനി അടുത്ത് നോക്കിയ മൂന്നാമത്തെ, റെസ്പോണ്ട് ടു എൻക്വയറീസ് ബൈ പേഷ്യൻസ്, പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ഇൻ ദ courteous manner. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേക്കണേ? അവർക്കുടെ പേഷ്യൻസിന്റെ അന്വേഷണങ്ങളോട്, പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഇവരോടൊക്കെ മാന്യമായ രീതിയിൽ അവരുടെ എൻക്വയറീസ് അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോയി അവിടെ, എനിക്ക് വേറെ 100 കൂട്ടം പണിയുണ്ട്, നിങ്ങളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാൻ പറ്റൂല. നമുക്ക് എന്ത് ചെയ്യണം? അവരോട് ഉടനടി നമ്മൾ അവർക്കിടെ ആ എൻക്വയറി, അവർക്ക് അറിയില്ലാത്തപ്പോഴല്ലേ നമ്മൾ ചോദിക്കുന്നേ. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ എങ്ങനെ വേണം? courteous manner, നല്ല മാന്യമായ രീതിയിൽ പേഷ്യൻസിനോട് വിസിറ്റേഴ്സിനോടൊക്കെ നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യണം. മനസ്സിലായോ? Respond to enquiries by patients, prospective patients and visitors in a courteous manner. ഇനി അടുത്ത നോക്കിയത്, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. അവിടെ ഹോസ്പിറ്റലിലെ സ്ഥാപിതമായിട്ടുള്ള പ്രോട്ടോകോൾ ഇല്ലേ, നിയമങ്ങള്, ആ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. ന്യൂ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. എങ്ങനെ? അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Register new patients according to the established protocols. ഹോസ്പിറ്റലിലെ സ്ഥാപിതമായിട്ടുള്ള പ്രോട്ടോകോൾ അനുസൃതമായിട്ട് പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഒന്നാമത്തെ പോയിന്റില് അതും അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് ആർക്കുടെ ഡ്യൂട്ടി ആണെന്ന് ചോദിക്കാം. വെൽക്കം ആൻഡ് ഗ്രീറ്റ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. ആരുടെ ഡ്യൂട്ടിയാ? റിസപ്ഷനിസ്റ്റിന്റെ. ആ രീതിയിലും ഹുസ് ഡ്യൂട്ടി എന്ന് ചോദിച്ചുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഒരു പോയിന്റ് കൂടി നോക്കാം. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ്, പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യണം. പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് ഇല്ലേ, പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യണം. ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യന്റ് ഡെമോഗ്രാഫിക് ബൈ കളക്ടിംഗ് ഡീറ്റെയിൽഡ് പേഷ്യൻസ് ഇൻഫർമേഷൻ ദാറ്റ് ഇൻക്ലൂഡ് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്ഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? പുതുക്കുക. പുതിയ പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. അവിടെ എക്സിസ്റ്റിംഗ് പേഷ്യന്റ് ഇല്ലേ, അവിടെ ഓൾറെഡി ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസ്, അവരെ അപ്ഡേറ്റ് ചെയ്യുക, അവരെ നവീകരിക്കുക. അതായത് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പുതുക്കുക. എങ്ങനെ? ബൈ കളക്ടിംഗ് ഡീറ്റെയിൽഡ് പേഷ്യന്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട്. ദാറ്റ് ഇൻക്ലൂഡ് ഏതാണ്? പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഈ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഇതെല്ലാം ഉൾപ്പെടുന്ന പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, പേഴ്സണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അത് എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ഡീറ്റെയിൽഡ് പേഷ്യന്റ് ഇൻഫർമേഷൻ ദാറ്റ് ഇൻക്ലൂഡ് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പൊ അതിനകത്ത് നിങ്ങളെ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യന്റ് ഡെമോഗ്രാഫിക്, അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി കേട്ടോ. ഫുൾ ആയിട്ട് ഒന്നും
നോക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏകദേശം അത് കണ്ടു കഴിഞ്ഞാൽ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് എന്ന് തന്നെ കാണുമ്പോൾ അറിയാലോ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ വന്നെയാന്നുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് എന്താ പറയാ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അത് കണ്ടാലും ഇന്ന ആക്കടെ ഡ്യൂട്ടി ആണ് എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. രജിസ്റ്റർ ചെയ്യുക, അതും നമ്മൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. 5 പോയിന്റ്സ് നമ്മൾ പഠിച്ചത്. 5 പോയിന്റ്സ് ആണെന്ന് നോക്കിയാൽ എല്ലാ പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഒന്നില്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ വെൽക്കം ചെയ്യുക, അവരെ അഭിവാദ്യം ചെയ്യുക. പിന്നെ അടുത്തത് പേഷ്യൻസിനോട് എന്താണ് റിസപ്ഷനിസ്റ്റ് എന്ന ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാ പേഷ്യൻസിനെയും നമുക്ക് വാർത്താലം സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ അല്ലാത്ത പേഷ്യൻസിനെയും നമ്മൾ കണ്ണുകൊണ്ട് ഒരു കോണ്ടാക്ട് അവരുമായിട്ട് സ്ഥാപിക്കുക. പിന്നെ പേഷ്യൻസിന്റെ അന്വേഷണങ്ങള്, വരാനിരിക്കുന്ന പേഷ്യൻസ്, വിസിറ്റേഴ്സ് ഇവരോടൊക്കെ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ അവരോട് റെസ്പോണ്ട് ചെയ്യുക. പിന്നെ പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. എന്തനുസരിച്ച് ആ ഹോസ്പിറ്റലിലെ പ്രോട്ടോകോൾ അനുസരിച്ച് പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ അടുത്തത് നോക്കിയാൽ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ്, പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. അപ്ഡേറ്റ് പുതുക്കുക, എക്സിസ്റ്റിംഗ് പേഷ്യൻസിനെ പുതുക്കുക. പേഷ്യൻസ് ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ജനസംഖ്യ. പേഷ്യൻസ് ഡെമോഗ്രാഫിക് ബൈ കളക്ടിങ് ഡീറ്റെയിൽഡ് പേഷ്യന്റ് ഇൻഫർമേഷൻ. നമുക്കറിയാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അല്ലെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഒക്കെ ഉൾപ്പെടെയുള്ള പേഷ്യന്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അവരുടെ ഡെമോഗ്രാഫിക് ഇതൊക്കെ ആയിട്ട് പുതിയ പേഷ്യൻസിനെ ഒക്കെ എന്ത് ചെയ്യുക, അവരെ പുതുക്കുക. ഓക്കെ, 5 പോയിന്റ്സ് ആണ്. ബൈ ഹാർട്ട് ചെയ്യേണ്ട, ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഈ പോയിന്റ്സ് കാണുമ്പോൾ ഇന്നാക്കടെ ഡ്യൂട്ടി ആണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. മനസ്സിലായില്ലെങ്കിലും ആ പോയിന്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞോളാം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി കേട്ടോ. താങ്ക് യു.